മനുഷ്യ മനസ്സുകളിൽ എക്കാലവും ഉയരുന്നൊരു ചോദ്യമാണ്, നമുക്ക് സഹായം എവിടെ നിന്ന് വരും? ചിലരെ സഹായിക്കാൻ രക്തബന്ധങ്ങളുണ്ട്, ചിലരെ സഹായിക്കാൻ സ്നേഹിതന്മാരുണ്ട്, ചിലരെ സഹായിക്കാൻ ആരുമില്ല. എന്നെ ആര് സഹായിക്കുമെന്ന് പറഞ്ഞ് മനസ്സു തകർന്ന് കരയുന്ന ധാരാളം പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. വചനത്തിലൂടെ നിങ്ങൾക്കൊരു മറുപടി തരാൻ പോകുകയാണ്. നമുക്കേവർക്കും പരിചിതമായ 121 സങ്കീർത്തനത്തിന്റെ 2-ാമത്തെ വചനം, എന്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയിങ്കൽ നിന്ന് വരുന്നു. ഈ സങ്കീർത്തനം തുടങ്ങുമ്പോൾ ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. എനിക്കു സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയിങ്കൽ നിന്ന് വരുന്നു. ഒരു സഹായം ദൈവത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന എത്ര പേരുണ്ട്? അസാധാരണമായത് എന്തോ നിന്റെ ജീവിതത്തിൽ ചെയ്യുവാൻ കർത്താവ് ആഗ്രഹിക്കുക. നിനക്ക് കഴിയത്തില്ലെന്നും നിനക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ലെന്നും നിന്റെ ലൈഫ് സ്റ്റക്കായി പോയെന്നുമൊക്കെ മനസ്സിൽ ചിന്തിച്ച് ഭാരപ്പെട്ടിരിക്കുന്ന ചിലരോട് ദൈവം സംസാരിക്കുക. പ്രതീക്ഷിക്കാത്ത നേരത്ത് നിനക്കൊരു സഹായം ദൈവത്തിൽ നിന്ന് വരുന്നു. ദൈവം നിന്നെ സഹായിക്കുമെന്നൊരു ശബ്ദമാണ് ഇന്ന് നിങ്ങളോട് സംസാരിക്കാനുള്ളത്. പരാജയപ്പെട്ടു പോയി, ഇനി ഒരിക്കലും എനിക്ക് വിജയിക്കാൻ പറ്റത്തില്ലെന്ന് നിന്റെ മനസ്സിൽ ശത്രു മന്ത്രിക്കുമ്പോൾ ആ ചിന്തകളെ അതിജീവിക്കുന്ന ഒരു തിരുവചന ചിന്ത പരിശുദ്ധാത്മാവ് നിന്റെ ചിന്താമണ്ഡലത്തിലേക്ക് തരികയാണ്. നിന്നെ സഹായിക്കാൻ കഴിയുന്ന ഒരുവനുണ്ട്, അവന്റെ പേരാണ് യേശു. കർത്താവ് നിന്നെ സഹായിക്കുമെന്ന് മനസ്സുകൊണ്ട് വിശ്വസിക്കുവാൻ നിനക്ക് കഴിയുന്നെങ്കിൽ വളരെ പെട്ടെന്ന് നിന്റെ ആത്മീക ജീവിതത്തിലും ഭൗതിക ജീവിതത്തിലും ആ സഹായം നീ അനുഭവിക്കാൻ പോകുകയാണ്. മുൻപോട്ട് പോകത്തില്ലെന്ന് ചിന്തിച്ച ചില റൂട്ടുകൾ, മുന്നോട്ട് പോകാൻ കഴിയത്തില്ലെന്ന് നീ വിചാരിച്ച ചില മേഖലകളെ എൻ്റെ ദൈവം പുതിയ വാതിലുകൾ തുറന്നു. ദൈവത്തിൻ്റെ സഹായം നിന്റെ മേൽ ഉണ്ട് എന്ന് നിനക്കും നീ നിൽക്കുന്ന ചുറ്റുപാടിനും തിരിച്ചറിയത്തക്ക രീതിയിൽ ദൈവത്തിൻ്റെ സഹായം നിന്റെ മേൽ വരാൻ പോവാം. നമുക്കൊന്നിച്ച് കരങ്ങളെ ഒന്ന് ചേർത്ത് പിടിച്ച് എന്നെ സഹായിക്കണേ കർത്താവേ എന്ന് പറഞ്ഞൊന്ന് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഞങ്ങളെ സഹായിക്കാൻ സ്നേഹിതരോ രക്തബന്ധങ്ങളോ ഇല്ലാതിരിക്കുമ്പോൾ സഹായം വരുന്ന പർവ്വതത്തിലേക്ക് ഞങ്ങൾ കണ്ണുകളെ ഉയർത്തുക. കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ അനുഗ്രഹമാകട്ടെ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. നിശ്ചയമായും ദൈവം നിന്നെ സഹായിക്കും. God bless you.